ആരോഗ്യ നയം, അതായത് നാഷണൽ ഹെൽത്ത് പോളിസി 2017, അത് BJP ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്ന ഹെൽത്ത് പോളിസിയാണ്. ആ പോളിസി അടിവരയിടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര ഗവൺമെന്റ് 2020 തൊട്ട് അങ്ങോട്ട് എങ്ങനെ ചെലവഴിക്കണം, GDPയുടെ 2% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം എന്നാണ് അടിവരയിട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ എത്രയാണ് സുഹൃത്തുക്കളെ മാറ്റിവെച്ചിരിക്കുന്നത്? GDPയുടെ ഹെൽത്തിന് 0.27%. കഴിഞ്ഞ ബജറ്റിലും നിർമ്മല സീതാരാമൻ ജൂലൈയിൽ അവതരിപ്പിച്ച ബജറ്റിലും 0.27 ആയിരുന്നു. ഇപ്പോഴത്തെ ബജറ്റിലും 0.27 ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 0.27 മാറ്റിവെച്ചാൽ 2% ആകുമോ? അങ്ങനെ ആരോഗ്യ മേഖല ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. നോർത്ത് ഇന്ത്യയിലെ ആരോഗ്യ മേഖല എന്തോ ഒരു സങ്കടകരമായ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് അറിയാമോ? അവിടെ നമുക്ക് വേറെ എന്തിനാ എക്സാമ്പിൾസ് തിരഞ്ഞു പോകുന്നത്? കോവിഡ് കാലത്ത് നദികളിലൂടെ ഒഴുകി നടന്ന ഡെഡ് ബോഡീസ് മാത്രം ഓർത്താൽ മതി. നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ സൗകര്യം പോലും ഇല്ലാത്ത നോർത്ത് ഇന്ത്യയിലെ പല ദേശങ്ങളും മരിച്ച ഡെഡ് ബോഡീസിനെ എടുത്തോണ്ട്, അതായത് കോവിഡ് കാലത്തല്ല, അല്ലാത്തപ്പോൾ പോലും മരിച്ച ഡെഡ് ബോഡി, ഭാര്യയുടെ ഡെഡ് ബോഡി തോളത്തിട്ട് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഭർത്താവ്, അങ്ങനെ എന്തെന്ത് കഥകളാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് TV ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ആയിട്ട് കാണുന്നത്. അത്ര വലിയ ഒരു ദുരവസ്ഥ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന ഒന്നാമത്തെ പോപ്പുലേഷൻ രാഷ്ട്രമായ ഇന്ത്യ, ആ ഇന്ത്യയിലാണ് 0.27% ആരോഗ്യ മേഖലയിൽ. എന്നിട്ട് എപ്പോഴും മുഖം എനിക്ക് പ്രസംഗിക്കുക, ഞാൻ എൻ്റെ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കുറിച്ചിടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരും പിണങ്ങരുത് കേട്ടോ എന്നോട്. അതായത് ഞാൻ കുറിച്ചിടുന്ന ഇക്വേഷൻ നരേന്ദ്രമോദി മൈനസ് ജയ്ശങ്കർ = സവർക്കർ. എനിക്ക് സവർക്കറിനോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നരേന്ദ്രമോദി സവർക്കറിന് പഠിക്കുന്നു. സവർക്കറിന് പഠിച്ചാണ് അദ്ദേഹം വലുതായത്. അങ്ങനെ സവർക്കറായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതുപോലെ ഈ ബജറ്റ് അനാലിസിസ് നടത്താൻ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടുന്നാണോ കേന്ദ്ര ഗവൺമെന്റിലുള്ളവരും ബജറ്റ് വിശാരദരും ഒക്കെ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നിയമം ഉണ്ടാക്കുന്നത്? 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുക. ഇപ്പൊ നമുക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പത്രം മാത്രമല്ല, ഒരുപാട് അപ്പോൾ തന്നെ തത്സമയം നമ്മുടെ മുന്നിൽ എത്തുകയാണ് ഈ ഡെഡ് ബോഡീസ് പുഴയിൽ ഒഴുകി നടക്കുന്നു. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ് ഗവൺമെന്റ്? അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇക്വേഷൻ ഫിറ്റ് ചെയ്തത്? ജയ്ശങ്കർ മിടുക്കനായ ഒരു IAS ഓഫീസറായിരുന്നു, വിവിധ രാജ്യങ്ങളിലെ അംബാസഡറായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ നൈപുണ്യാണ് നരേന്ദ്രമോദിയുടെ അത്രയും ഉയർച്ച, ശ്രേയസ്കരമായ രീതിയിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഏത് രാജ്യത്ത് പോകുമ്പോൾ അവർക്ക് എന്താ വേണ്ടത്, അവിടെ എന്താ ചെയ്യേണ്ടത്, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ലോകത്തെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് കഴിയുന്നത് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തെ ഇകഴ്ത്തി പറയാൻ വേണ്ടിയല്ല, പക്ഷേ ഈ ബജറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതായത് ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞതുപോലെ പല നിയമങ്ങളും ഉണ്ടാക്കിയേക്കാം, പക്ഷെ ആ നിയമങ്ങളൊന്നും നിലം തൊടുന്നില്ല, അതിൻ്റെ ഒന്നും പ്രയോജനം ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് പറയാതെ പറ്റത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കൂട്ടത്തിലല്ലേ തോമസ് പിക്കറ്റിയും 2 ഇന്ത്യക്കാരും 2 ഫ്രഞ്ചുകാരും കൂടെ ചേർന്ന് ഇന്ത്യൻ ഇക്കോണമിയുടെ അസമത്വ വളർച്ച 1921 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ അസമത്വം പഠിച്ച് ഏറ്റവും അസമത്വം വളർന്ന വർഷങ്ങളാണ് 2014-നും 2023-നും ഇടയ്ക്കുള്ളത് എന്ന് ആ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പുസ്തകം എനിക്കിപ്പോൾ എടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്ത് കാണിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഇനിക്വാളിറ്റിയെ പറ്റി, ഇനിക്വാളിറ്റിയുടെ വളർച്ച എത്ര ബീഭത്സമായിട്ടാണ് ഇന്ത്യയിൽ ഇനിക്വാളിറ്റി വളർന്നത് ഈ കഴിഞ്ഞ 14 വർഷം. അതിന് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 2010 ആഗോള ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 40ാം സ്ഥാനത്തായിരുന്നു. ഈ 2023 നമ്മൾ 111ാം സ്ഥാനത്തേക്ക്, 116 രാജ്യങ്ങളുടെ പട്ടികയിൽ 111ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി എന്ന് ഓർക്കണം. അതാണ് ഇവിടുത്തെ അസമത്വം. എന്നിട്ടാണ് ഈ ആരോഗ്യ മേഖലയ്ക്ക്
അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കൊക്കെ ഇത്ര നക്കാപ്പീച്ച ബജറ്റിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിനെയാണ് ഞാൻ പറയുന്നത് ഇത് വികസനം. അതായത് എന്താ പറയുന്നത്, നമ്മൾ 2047 ആകുമ്പോഴത്തേക്കും വികസിത ഭാരതമാകും എന്നാണ് എല്ലായ്പ്പോഴും എല്ലാ വേദികളിലും ഇവരൊക്കെ പ്രസംഗിക്കുന്നത്. ഈ തരത്തിൽ പോയാൽ എങ്ങനെ വികസിത ഭാരതമാകും എന്ന ചോദ്യമാണ് എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്.